ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോമിക് വിൻസ. എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി തോന്നിപ്പിച്ചിട്ടുള്ള ഒരു സീരീസാണ് ടോക്കിയോ റിവെഞ്ചേഴ്സ്. നിങ്ങളിൽ പലരും ഈ ഒരു സീരീസ് കണ്ടിട്ടുണ്ടാവും. കണ്ടവരാണെങ്കിലും കാണാത്തവരാണെങ്കിലും ഈ ഒരു സീരീസിന്റെ ഫീലും ഇമോഷനും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ കാണാത്തവർ ഈ ഒരു സീരീസ് എന്തായാലും മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ടതാണ്. അതെന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോ ലാസ്റ്റ് നിങ്ങൾക്ക് കണക്ട് ആവുന്നുണ്ടെങ്കിൽ തന്നെ മനസ്സിലായിക്കോളൂ. സോട്ടും ലാഗ് അടുപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ടോക്കിയോ റിവെഞ്ചേഴ്സ് എന്ന ആനിമെ സീരീസ് കാണാൻ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരൊറ്റ തോട്ട് മാത്രമായിരുന്നു. അത് വളരെ സിമ്പിളായിരുന്നു. ബൈക്സ്, ഗാങ്സ്, സ്ട്രീറ്റ് ഫൈറ്റ്സ്, ഒരു പ്യൂർ ആക്ഷൻ ആനിമെ ആയിരിക്കും എന്നതായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഹോണസ്റ്റ്ലി പറയാലോ, അതെൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നത് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. കണ്ടു തുടങ്ങി കുറച്ച് എപ്പിസോഡ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് റിയലൈസ് ചെയ്തു. ഇത് വെറും പഞ്ചസും കിക്സും ബ്ലഡും ഇതിലൊന്നും ഒതുങ്ങുന്ന ഒരു സ്റ്റോറി അല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ശരിക്കും ടോക്കിയോ റിവെഞ്ചേഴ്സ് ഈസ് അബൌട്ട് പെയിൻ, റിഗ്രറ്റ്, ചോയ്സസ് ആൻഡ് സെക്കൻഡ് ചാൻസസ്. ഇത് കണ്ടിട്ടുള്ളവർക്കറിയാം, ഇത് മറ്റുള്ള ആനിമയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. അത് എങ്ങനെയാണ് അതിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ചാൽ, ഇതിലെ മെയിൻ ക്യാരക്ടർ ഒരു ടിപ്പിക്കൽ പവർഫുൾ ഹീറോ അല്ല. അത് തന്നെയാണ് ഈ ഒരു സീരീസിനെ ഡിഫറെന്റ് ആക്കുന്നത്. നമ്മുടെ നായകൻ ആളൊരു വീക്കാണ്, ഭയങ്കര പേടിയുള്ള ആളാണ്. പലപ്പോഴും അവനവന്റെ കരച്ചിൽ പോലും കൺട്രോൾ ചെയ്യാൻ കഴിയാറില്ല. എന്നാൽ അതാണ് ഈ ആനിമെ ഏറ്റവും കൂടുതൽ റിയൽ ആക്കുന്നത്. കാരണം അവൻ ഫൈറ്റ് ചെയ്യുന്നത് അവന്റെ സ്ട്രെങ്ത് കൊണ്ടല്ല, അവന്റെ ഹേർട്ട് കൊണ്ടാണ്, അവന്റെ ഡെസ്പ്രഷൻ കൊണ്ടാണ്. ഈ ഒരു സീരീസിൽ മൊത്തത്തില് ഗ്യാങ് ഫൈറ്റ്സ് ഒരു കൂൾ ലുക്കിംഗ് സീൻസ് മാത്രമല്ല, ഓരോ ഫൈറ്റിനും പിന്നില് ചൈൽഡ്ഹുഡ് ട്രോമയുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ബിട്രയൽ ഉണ്ട്. ഇതിനെല്ലാം ഉപരി ഇതെല്ലാം ഇങ്ങനെ തന്നെ സംഭവിക്കേണ്ടതാണോ എന്നൊരു ഹോണ്ടിങ് ക്വസ്റ്റ്യനും ഉണ്ട്. അതാണ് ഈ ഒരു സീരീസിന്റെ തന്നെ ടെറിബിൾ പാർട്ട്. ക്യാരക്ടേഴ്സ് ഒന്നും ഫ്ലാറ്റ് അല്ല. ഒരു ക്യാരക്ടറിനെ ഹേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവന്റെ പാസ്റ്റ് സ്ലോലി റിവീൽ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കും, ഇവൻ വില്ലനാണോ അതോ വിക്ടിമാണോ? ഇവിടെ ആയിരിക്കും നിങ്ങളും ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ആകാൻ പോകുന്നത്. പേഴ്സണലി എന്നെ ഏറ്റവും കൂടുതൽ ഡീപ്പായി ഹിറ്റ് ചെയ്ത ഒരു ഫീലിംഗ് ആണ് നമ്മൾ ചെയ്ത ഒരു റോങ് ഡിസിഷൻ തിരുത്താൻ ഒരിക്കൽ കൂടി ഒരു ചാൻസ് കിട്ടിയാൽ എന്ന് തോന്നുന്നത്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ശരിക്കും അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും. എന്നാൽ ടോക്കിയോ റിവെഞ്ചേഴ്സ് അതിനൊരു ആൻസർ തരുന്നില്ല, മറിച്ച് എന്താണ് അതിന്റെ ഫീലിംഗ്സ് എന്ന് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കുന്നു. എപ്പിസോഡ്സ് കുറെ മുമ്പോട്ടൊക്കെ പോകുമ്പോൾ ഗൂസ് ബംസ് മൊമെന്റ്സ് ഒക്കെ വളരെ നോർമൽ ആയിട്ട് തോന്നും. ചില സീൻസ് ഒക്കെ കഴിയുമ്പോൾ എപ്പിസോഡ്സ് പോസ് ചെയ്ത് വെച്ച് സൈലന്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ തോന്നും. ആക്ഷൻ എക്സൈറ്റ്മെന്റ് അല്ലാതെ ഹൃദയത്തിന് വല്ലാണ്ട് ഭാരം തോന്നിക്കുന്ന തരത്തിലുള്ള ഇമോഷൻസ് ഒക്കെ പതിയെ ബിൽഡ് ചെയ്യും. പുറമേന്ന് നോക്കുമ്പോൾ ഇതൊരു ഗ്യാങ് ആനിമെ പോലെ തോന്നും. എന്നാൽ ഇതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, തകർന്നു നിൽക്കുന്ന കുറെ മനുഷ്യർ അവർ പരസ്പരം രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു ക്രൂവൽ വേൾഡിനെ പറ്റിയിട്ടുള്ള സ്റ്റോറിയാണെന്ന്. ഇഫ് യു ആർ സെർച്ചിങ് ഫോർ ആൻ ആനിമെ ദാറ്റ് ട്രിക്സ് യു വിത്ത് ആക്ഷൻ, then grab you hurt without warning and refuse to let go even after the screen fades to black. ടോക്കിയോ റിവെഞ്ചേഴ്സ് നിങ്ങൾക്കൊരു ആനിമെ മാത്രമായിരിക്കില്ല, അത് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ആകാം. ജീവിതത്തിൽ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയാൽ എല്ലാം ശരിയാകണമെന്നില്ല. പക്ഷേ ട്രൈ ചെയ്യാതെ ജീവിക്കുന്നതിനേക്കാൾ വീണാലും വീണ്ടും എഴുന്നേൽക്കുന്നത് തന്നെയാണ് ഹോപ്പ്. സോ നിങ്ങൾ ഈ ഒരു സീരീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് ലെറ്റ് മീ നോ ഇൻ കമൻറ്റ്സ്. ആൻഡ് ഇനി കാണാത്തവരാണെങ്കിൽ ഡു മസ്റ്റ് വാച്ച് ഇറ്റ്. സയോനാര.